പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഞാൻ KP കുഞ്ഞികൃഷ്ണൻ, കേരളം. പഴയ ഇരിക്കൂർ ഫർക്കയിൽ കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചവരാണ് സഖാവ് കൊട്ടയാടൻ രാഘവ മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സഖാവ് K. ജാനകി ടീച്ചർ. സഖാവ് കൊട്ടയാടൻ രാഘവ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 51 വർഷവും സഖാവ് K. ജാനകി ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 22 വർഷവും തികയുകയാണ്. ഇവരെ പോലെ ആയിരക്കണക്കിന് വിപ്ലവകാരികളാണ് ആ കാലത്ത് ജന്മി നാടുവാഴ്ത്തത്തിനെതിരെ പോരാടിയത്. സ്വാതന്ത്ര്യത്തിനും സാമൂഹ്യനീതിക്കും ജന്മി നാടുവാഴ്ത്തത്തിനെതിരെയും വേണ്ടിയുള്ള എണ്ണമറ്റ പോരാട്ടങ്ങളിൽ ജ്വലിച്ചു നിന്ന ഭൂമികയാണ് കണ്ണൂർ. അയിത്തത്തിനും അന്ധവിശ്വാസത്തിനുമെതിരെയും ജീവൻ കൊടുത്തും പൊരുതി നിന്ന രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചുവന്ന മണ്ണ് കയ്യൂരും കരിവള്ളൂരും കാവുമ്പായിയും മുനിയംകുന്നും പാടിക്കുന്നും പായവും പഴശ്ശിയും പെരളവും തില്ലങ്കേരിയും ജവഹർഘട്ടും മോറാഴിയുമെല്ലാം ആ സമരഭൂമിയിലെ തെളിഞ്ഞുകത്തിയ തീജ്വാലകളാണ്. ജന്മിത്വത്തിനും സാമ്രാജ്യത്തിനുമെതിരെ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികളിലും നാം ശിരസുയർത്തി പൊരുതി മുന്നേറുകയാണ്. തലശ്ശേരിയിലെ അബുവും ചാത്തുക്കുട്ടിയും മുതൽ കൂത്തുപറമ്പിലെ യുവ പോരാളികളടക്കമുള്ള നിരവധി ധീരസഖാക്കളുടെ ഹൃദയരക്തത്തിൽ പടുത്തുയർത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാലത്തിൻ്റെ ഗതിവിഗതികൾക്കൊപ്പം വളരുകയും വികസിക്കുകയും ചെയ്ത് സമരശക്തിയായിരിക്കും. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവരാണ് സഖാവ് കൊട്ടയാടൻ രാഘവ മാസ്റ്ററും K. ജാനകി ടീച്ചർ. ഇത്തരം വ്യക്തികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഇങ്ങനെ എത്രയോ പേർ ചരിത്രത്തിൽ അറിയപ്പെടാതെ പോയിട്ടുണ്ട്. ജന്മിത്വത്തിനെതിരെ നടന്ന കാവുമ്പായി സമരത്തിൽ പങ്കെടുത്തവരാണിവർ. പയ്യാവൂരിലെ കൊട്ടയാടൻ കുഞ്ഞിരാമൻ വൈദ്യരുടെയും ബക്കളം പുന്നക്കുളങ്ങരയിലെ തറോൽ മാധവിയുടെയും മകനായി 1920 ജൂലൈ മാസം 28-ാം തീയതിയാണ് കൊട്ടയാടൻ രാഘവ മാസ്റ്റർ ജനിക്കുന്നത്. രാഘവ മാസ്റ്റർക്ക് 3 സഹോദരിമാരും 2 സഹോദരന്മാരും ഉണ്ടായിരുന്നു. അതിൽ ഇളയ സഹോദരൻ കുഞ്ഞമ്പു ചെറുപ്രായത്തിൽ തന്നെ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. ഒളിവിലുള്ള ഒരു സഖാവിന് ഷെൽട്ടർ ഒരുക്കി കൊടുക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. രാഘവ മാസ്റ്റർ 4ാം തരം വരെ പയ്യാവൂർ സ്കൂളിലും തുടർന്ന് പറശ്ശിനിക്കടവ് സ്കൂളിലുമാണ് പഠിച്ചത്. തുടർന്ന് കണ്ണൂരിൽ അധ്യാപക ട്രെയിനിങ് ചേർന്നെങ്കിലും 47 മുതൽ 50 വരെ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നതിനാൽ ടീച്ചേഴ്സ് ട്രെയിനിങ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കണ്ണൂർ ട്രെയിനിങ് സ്കൂളിൽ വെച്ച് രാഘവ മാസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നതിന് ട്രെയിനിങ് സ്കൂൾ പോലീസ് വളഞ്ഞെങ്കിലും രാഘവ മാസ്റ്റർ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് 1958-ലാണ് രാഘവ മാസ്റ്റർ ടീച്ചേഴ്സ് ട്രെയിനിങ് പൂർത്തീകരിച്ചത്. ആയിരങ്ങളെ കണ്ണീര് പിടിപ്പിച്ചുകൊണ്ട് നാടുവാഴുന്ന ഇരിക്കൂർ ഫർക്കയിലെ കല്യാട്ട് കരക്കാട്ടിടം ജന്മിമാരുടെ കിരാതവാഴ്ചക്കെതിരെ 40-46കളിൽ നടന്ന അത്യുജ്വലമായ കർഷക സമരത്തിലെ ധീര പോരാളിയായിരുന്നു സുമുഖനായ ഈ ചെറുപ്പക്കാരൻ. കമ്മ്യൂണിസ്റ്റ് നേതാവ് PC ജോഷിയുടെ ഭാഷയിൽ ചുവന്ന ഫർക്കയിൽ താലൂക്കിലെ തികച്ചും ചുവന്ന ഇരിക്കൂർ ഫർക്ക, ആ ഇരിക്കൂർ ഫർക്കയെ ചുവപ്പണിയിക്കുന്നതിൽ തളിയൻ രാമൻ നമ്പ്യാർ, OP ആനന്ദ മാസ്റ്റർ, A. കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരിൽ പ്രധാനിയാണ് രാഘവ മാസ്റ്റർ. പഴയ മലബാർ ജില്ലയിലെ വടക്കൻ മേഖലയിൽപ്പെട്ട ചിറക്കൽ താലൂക്കിലെ മലയോരം ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇരിക്കൂർ ഫർക്ക. ഇരിക്കൂർ ഫർക്ക ഭരിച്ചിരുന്നത് കല്യാട്ട് ജന്മിയും കരക്കാട്ടിടം നായനാരുമായിരുന്നു. പൈതൽ മല മുതൽ ശ്രീകണ്ഠാപുരം വരെയും കൂടാതെ കടമ്പേരി, മലപ്പട്ടം, പയ്യാവൂർ, വയത്തൂർ ദേവസ്വങ്ങളിൽ ഉൾപ്പെടുന്ന സ്ഥലത്തിന്റെ അധിപനായിരുന്നു നായനാർ. അതുപോലെ കിഴക്ക് കൂട്ടുപുഴ മുതൽ പടിഞ്ഞാറ് നായാട്ടുമല വരെയുള്ള സ്ഥലം കല്യാട്ട് ജന്മിയുടെ കൈവശവുമായിരുന്നു. ജന്മിമാരുടെ പലവിധ ആക്രമണങ്ങൾക്കെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധീരോദാത്തമായ നിരവധി പോരാട്ടങ്ങളാണ് ഇവിടെ നടന്നത്. നാട്ടിലെങ്കും പട്ടിണിയും ദുരിതവും ഭക്ഷ്യക്ഷാമവും തീർക്കാൻ ചെടിച്ചട്ടിയിൽ വരെ കൃഷി ചെയ്യണമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആഹ്വാനം നടന്ന കാലം. എന്നാൽ കോൺഗ്രസുകാർക്കൊപ്പം നിൽക്കുന്ന ജന്മിമാർ തീർത്തും കൃഷിക്കാർക്കെതിരെ പ്രവർത്തിച്ചു. ഭക്ഷ്യോൽപാദനത്തിന് കുന്നുകൾ വെട്ടിത്തെളിയിച്ച് പുനംകൃഷി ചെയ്യുന്ന കർഷകർക്കെതിരെ ജന്മിമാർ ശീലക്കാശി എന്ന കാടൻ നികുതി ചുമത്തിയിരുന്നു. ഇതിനെതിരെ 100 കണക്കിന് കൃഷിക്കാർ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒത്തുചേർന്ന് പുനംകിളച്ച് കൃഷി ചെയ്തു. 1938-ൽ കരക്കാട്ടിടം നായനാർക്കെതിരെ നടത്തിയ പ്രസിദ്ധമായ പുനംകൃഷി സമരത്തിൽ കേവലം 18 വയസ്സുള്ള കൊട്ടയാടൻ രാഘവ മാസ്റ്റർ ഒരു മുൻനിര പോരാളിയായിരുന്നു. 1930-ൽ സഖാവ് ശ്രീ K. കേളപ്പന്റെയും P. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നിന്നും പയ്യന്നൂരിലേക്ക് വന്ന ജാഥയ്ക്ക് ബക്കളത്ത് വെച്ച് നൽകിയ സ്വീകരണത്തിൽ സഖാവ് രാഘവ മാസ്റ്ററും പങ്കെടുത്തു. 1940-ൽ കുറച്ചു കാലം രാഘവ മാസ്റ്റർ ആറോൺ കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തു. എന്നാൽ താമസിയാതെ തന്നെ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയുണ്ടായി. 1939-ൽ ബക്കളത്ത് വെച്ച് നടന്ന KPCCയുടെ 10ാം രാഷ്ട്രീയ സമ്മേളനത്തിൽ രാഘവ മാസ്റ്റർ പങ്കാളിയായിരുന്നു.
40 സെപ്റ്റംബർ 15 ചരിത്ര പ്രസിദ്ധമായ മൊറാഴ സംഭവത്തിൽ പങ്കെടുക്കുവാൻ എള്ളരിഞ്ഞിൽ നിന്നും വന്ന ജാഥയ്ക്ക് നേതൃത്വം നൽകിയവരിൽ പ്രധാനി രാഘവ മാസ്റ്ററായിരുന്നു. എന്നാൽ എന്തുകൊണ്ടോ മൊറാഴ സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിന്നും രാഘവ മാസ്റ്റർ ഉണ്ടായിരുന്നില്ല. 1941 നടന്ന എള്ളരിഞ്ഞി പുനഃകൃഷി സമരത്തിൽ ശിക്ഷിക്കപ്പെട്ട് 8 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 1943 കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയായ സഖാവ് കെ ജാനകി ടീച്ചറെ വിവാഹം ചെയ്തു. കേരളത്തെ അതിപുരാതനമായ ശ്രീ നെച്ചിക്കുത്തുകാവിലെ പ്രശസ്തനായ രാമൻ വെളിച്ചപ്പാടിന്റെ മകളായിരുന്നു ജാനകി ടീച്ചർ. രാമൻ വെളിച്ചപ്പാടിന്റെയും കണ്ടൻ ശ്രീദേവിയുടെയും മകളായി 1925 ജൂൺ 12 കെ ജാനകി ടീച്ചർ ജനിച്ചത്. വെളിച്ചപ്പാടിനും മക്കളും കേരളത്തെ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. 1941 മയ്യിൽ ഹയർ എലിമെന്ററി സ്കൂളിൽ നിന്നും 8ാം തരം പാസ്സായി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടീച്ചറുടെ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം. സഹപാഠിയായ കുട്ടിയെ അധ്യാപകൻ ക്രൂരമായി ശിക്ഷിച്ചതിനെതിരെ സമരം സംഘടിപ്പിച്ച് മുൻനിരയിലേക്ക് വന്നതാണ്. തുടർന്ന് ഉറച്ച കമ്മ്യൂണിസ്റ്റായി തീർന്നു. 1941 കോഴിക്കോട്ട് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ സമ്മേളനത്തിൽ ടീച്ചർ പ്രതിനിധിയായി പങ്കെടുത്തു. 1942 മഹിളാ പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകയായി. തുടർന്ന് ഇരിക്കൂർ ഫർക്കയിലുടനീളം PC കാർത്തികേയന ടീച്ചർ, P യശോദ ടീച്ചർ, നാരായണ ടീച്ചർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എള്ളരിഞ്ഞി സ്കൂൾ നയനാർ അടച്ചുപൂട്ടിയതിന്റെ ഭാഗമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ സ്കൂൾ സ്ഥാപിച്ച് അവിടെ അധ്യാപകരായിരുന്നു രാഘവ മാസ്റ്ററും ജാനകി ടീച്ചറും OP ആനന്ദ മാസ്റ്ററുമെല്ലാം. മലയോര മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഇടയിലാണ് പാർട്ടി നേതാവ് കൊട്ടയാടൻ രാഘവ മാസ്റ്ററുമായി ടീച്ചർ പരിചയപ്പെടുന്നത്. ഇവരുടെ കല്യാണത്തിന് മയ്യിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ ഏന്തിയിൽ കൃഷ്ണ മാസ്റ്റർ എഴുതിയ മംഗളപത്രത്തിലെ കവിതയിലെ വരികൾ ഏറെ അർത്ഥവത്തായിരുന്നു. രാഘവൻ സഖി ജാനകിയെ പോൽ കെ രാഘവൻ സഖി കെ ജാനകി എന്നും രാഘവായ്പ് ജനസേവയിലാർന്ന് ഭോഗവാഞ്ച പെരുകാതമരട്ടെ. കാവുമ്പായി സമരവുമായി ബന്ധപ്പെട്ട് രാഘവ മാസ്റ്റർ ഒളിവിൽ പോയപ്പോൾ പിടികിട്ടാത്തതിനെ തുടർന്ന് ജാനകി ടീച്ചറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ആ സമയത്ത് ടീച്ചർ മയിൽ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടി ബന്ധം ഉപേക്ഷിക്കാനും രാഘവ മാസ്റ്ററുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താനും പോലീസ് അതുപോലെ തന്നെ ഒത്താശക്കാരായ കോൺഗ്രസ് ഗുണ്ടകളും ആവശ്യപ്പെട്ടു. പോലീസിന്റെ അന്ത്യശാസനം ടീച്ചർ തള്ളിക്കളഞ്ഞു. അതിന്റെ ഭാഗമായി ടീച്ചറുടെ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്തു. പിന്നീട് സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടിയതിനു ശേഷം കേരളം, പ്രശ്നക്കടവ്, വടക്കാഞ്ചേരി, കാനൂൽ എന്നീ സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ ടീച്ചർ ജോലി ചെയ്തു. 1946 ഡിസംബർ 29 കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പയ്യാവരിൽ നിന്നും മാങ്ങാട്ടേക്ക് നയിച്ച ജാഥയുടെ നേതാവ് രാഘവ മാസ്റ്ററായിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ രാഘവ മാസ്റ്ററെ പിന്നീട് ബ്ലാത്തൂരിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഭീകരമായ പോലീസ് മർദ്ദനത്തിന് വിധേയമാക്കി. ക്രൂരമായ മർദ്ദനത്തിൽ നട്ടെല്ലിന് ഗുരുതരമായ പരിക്ക് പറ്റി ജീവൻ നഷ്ടപ്പെടാതിരുന്നത് അത്ഭുതകരമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ രാഘവ മാസ്റ്ററെ ശിക്ഷിച്ച് സേലം ജയിലിൽ അടച്ചു. അന്നത്തെ ജയിൽ മന്ത്രി കോഴിപ്പുറത്ത് മാധവമേനോൻ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ ഭാഗമായി 1950 ഫെബ്രുവരി 11 സേലം ജയിലിലെ തടവുകാർക്ക് നേരെ പോലീസുകാർ മൃഗീയമായി വെടിവെപ്പ് നടത്തി. 108 കമ്മ്യൂണിസ്റ്റ് തടവുകാരിൽ നിരവധി പേർ രക്തസാക്ഷികളായി. കാവുമ്പായി സമരസേനാനികളായിരുന്ന തളിയൻ രാമൻ നമ്പ്യാർ, OP ആനന്ദ മാസ്റ്റർ എന്നിവരടക്കം രക്തസാക്ഷിത്വം വരിച്ചു. നിരവധി പേർക്ക് മാരകമായ പരിക്ക് പറ്റി. അന്നത്തെ വെടിവെപ്പിൽ നിലത്ത് കമിഴ്ന്നു കിടന്നതുകൊണ്ടാണ് രാഘവ മാസ്റ്റർ തലനാരിഴക്ക് രക്ഷപ്പെട്ടത്. 1951 ജയിൽ മോചിതനായ രാഘവ മാസ്റ്റർ അധ്യാപക ട്രെയിനിങ് പൂർത്തിയാക്കി എള്ളരിഞ്ഞി LP സ്കൂൾ അധ്യാപകനായി. തുടർന്ന് മഴൂർ, പ്ലാത്തോട്ടം, കൊളുത്തുരുത്തി തുടങ്ങിയ സ്കൂളുകളിലും ജോലി ചെയ്തു. 1956 രാഘവ മാസ്റ്റർ ബക്കടത്ത് താമസം തുടങ്ങിയത്. രാഘവ മാസ്റ്ററുടെ കൈരളി സദനം പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും കൂടിച്ചേരലിന്റെ ഒരു കേന്ദ്രമായിരുന്നു. 1965 പാർട്ടി വളർന്നപ്പോൾ രാഘവ മാസ്റ്റർ CPM-ൽ ഉറച്ചുനിന്നു. മൊറാഴ വില്ലേജ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു രാഘവ മാസ്റ്റർ. ഭീകരമായ പോലീസ് മർദ്ദനത്തിന്റെ ഫലമായി മാസ്റ്റർക്ക് പലവിധമായ മാറാരോഗങ്ങൾ പിടിപെട്ടു. രക്തം ഛർദ്ദിക്കലിനെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഒടുവിൽ മദുരാശി ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് സർജറി നടത്തി രോഗം തൽക്കാലം ഭേദമായി. നട്ടലിലുണ്ടായ പഴുപ്പും മുഴയുമാണ് മാഷെ കൂടുതൽ പ്രയാസത്തിലാക്കിയത്. തുടർന്ന് മണിപ്പാൽ, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ നടത്തി. തിരുവനന്തപുരത്ത് AKGയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത്. നട്ടലിന് പിടിപെട്ട രോഗം ബോൺ ക്യാൻസറാണെന്ന് വളരെ വൈകിയാണ് കണ്ടെത്തിയത്. കൊളുത്തുരുത്തി LP സ്കൂളിൽ അധ്യാപകനായിരിക്കെ തന്റെ 54-ാമത്തെ വയസ്സിൽ 1974 ഒക്ടോബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് സംഭവകുലമായ ആ ജീവിതത്തിന് തിരശ്ശീല വീണു. രാഘവ മാസ്റ്ററുടെ വേർപാടിന് ശേഷവും പ്രിയപത്നി ജാനകി ടീച്ചർ തന്റെ പൊതുപ്രവർത്തനം തുടർന്നു. 1980 ടീച്ചർ സർവീസിൽ നിന്ന് വിരമിച്ചു. പിന്നീട് 12 വർഷം മെറോഴ ലോക്കൽ കമ്മിറ്റി മെമ്പറായും ആന്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ആന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സഹകരണ മേഖലയിൽ തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് ടീച്ചർ നടത്തിയത്. പാപ്പിനിശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ഡയറക്ടർ, മൊറാഴ വനിതാ സംഘം പ്രസിഡന്റ്, തൃച്ചമരം മൾട്ടി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു.
സാധാരണക്കാരെ കൊണ്ട് പത്രം വായിപ്പിച്ചും അവരെ രാഷ്ട്രീയം പഠിപ്പിച്ചും സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ ടീച്ചർ മുൻനിന്ന് പ്രവർത്തിച്ചു. മൊറാഴ പ്രദേശത്ത് എല്ലാവരുടെയും ടീച്ചർ അമ്മയായിരുന്നു ജാനകി ടീച്ചർ. ജന്മിത്വത്തിനോട് പോരടിച്ച ഒരു കേരളക്കാരി ജാനകി ടീച്ചർ ജന്മിത്വത്തെ പിഴുതെറിയുന്നതിന് ഒരു വനിത എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമാണ്. സാമൂഹ്യ മാറ്റത്തിനായി തീജ്വാല പടർത്തിയ ഒരു കാലഘട്ടത്തിന്റെ സ്മരണകൾക്ക് നമുക്ക് നൽകിക്കൊണ്ടാണ് 2003 സെപ്റ്റംബർ 22 സഖാവ് കെ ജാനകി ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞത്. കാവുമ്പായി സമരസേനാനിയായിരുന്ന സഖാവ് കൊട്ടയാടൻ രാഘവ മാസ്റ്ററും കേരളത്തെ ധീരനും തന്റെ ഇടിയുമായ രാമൻ വെളിച്ചപ്പാടന്റെ മകളായ രാഘവ മാസ്റ്ററുടെ പ്രിയപത്നിയുമായ സഖാവ് കെ ജാനകി ടീച്ചറും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തളരാത്ത രണ്ട് പോരാളികളായിരുന്നു. അവരുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.